വലൈക്കും വറഹമത്തുള്ള. ഇന്നത്തെ കാലത്ത് സൗന്ദര്യം നോക്കാത്തവരായിട്ട് ആരുമില്ല. സ്ത്രീകളായാലും പുരുഷന്മാരായാലും സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം കണ്ട ക്രീമുകളൊക്കെ വാരിത്തേക്കുന്നതിന് പകരം ഖുർആനികമായ ചികിത്സാ രീതി എന്ന് പറയാം. അതുപോലെ തന്നെ ആയുർവേദിക്കായി ചെറിയൊരു ടിപ്പ് കൂടി ഇതിൽ ഉൾപ്പെടുത്താം. അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. അപ്പം ഇങ്ങനെ കുറേ മുഖത്ത് കുരുക്കളും കുറേ പാടുകളുമായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർക്ക് അത് മുഖത്ത് ആ ഒരു കുരുവുള്ളത് കാരണം തന്നെ പുറത്തു പോകാൻ മടിയുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ടിപ്പാണ് ഈ പറയുന്നത്. അപ്പോൾ ഖുർആനികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചെയ്യുക. അതെന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ബദാം ഓയിൽ. നല്ല തൊടുത്ത് കവളാകാനൊക്കെ നല്ല ഫേസിന് നല്ല ഉത്തമമായ ഒരു ഓയിലാണ് ബദാം ഓയിൽ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബദാം ഓയിലിന് നാട്ടിൽ നല്ല പൈസയുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണെന്ന് വെച്ചാൽ ഈ ബദാം ഓയിൽ മുഖത്ത് പുരട്ടുന്നത് നല്ല സൗന്ദര്യത്തിന് നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബദാം ഓയിലിൽ നമ്മൾ കുറച്ച് മന്ത്രിച്ച് പുരട്ടുകയാണ് വേണ്ടത്. അപ്പോൾ എന്താണ് മന്ത്രിക്കേണ്ടത് എന്ന് നോക്കാം. അതിനു പുറമെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതും കൂടി ഞാൻ പറയാം. അത് വേറൊരു ടിപ്പാണ്. എന്താണെന്ന് നോക്കാം. ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ബദാം ഓയിൽ ഒരു പാത്രത്തിൽ എടുക്കുകയോ ഒരു കുപ്പിയിലേക്ക് ചെറിയ കുപ്പിയിലേക്ക് ആക്കി വെക്കുകയോ എന്തോ അനുസരിച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അത് എടുത്തതിന് ശേഷം അതിൽ 7 ബിസ്മി ഓതുക. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 7 തവണ ഓതി മന്ത്രിക്കുക. അതിന് ശേഷം ഈ ഓതിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലുക. അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. അതിനുശേഷം സൂറത്തുൽ ബഖറയിലെ ഈ ഒരു ആയത്ത് 111 തവണ മന്ത്രിച്ച് ഓതുക. അപ്പം അതും കൂടി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് കൂടി ചൊല്ലുക. അതിനുശേഷം അതിൽ മന്ത്രിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ നിങ്ങൾ മുഖത്ത് പുരട്ടുക. മുഖത്ത് ഏത് സമയത്ത് വേണമെങ്കിലും പുരട്ടാം. അപ്പോൾ നിങ്ങൾ പുരട്ടി നല്ല മസാജ് ചെയ്യുക. നല്ലൊരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് ഈ ഓയിൽ പുരട്ടുമ്പോഴല്ലേ, ഏത് ഓയിൽ പുരട്ടിയാലും അതിന് ശേഷം വെയിൽ കൊള്ളാതെ സൂക്ഷിക്കണം. കാരണം അതിന് ശേഷം വെയിൽ കൊണ്ട് നമ്മൾ മുഖം കരിവാളിപ്പ് വരും. അപ്പം അത് ശ്രദ്ധിക്കുക. രാത്രിയാവും ഏറ്റവും ഉത്തമം. അപ്പം ആ ഒരു സമയത്ത് അങ്ങനെ മുഖത്ത് പുരട്ടിയതിന് ശേഷം നിങ്ങൾ കഴുകിക്കളയേ അല്ലെങ്കിൽ രാവിലെ എണീറ്റതിന് ശേഷം വാഷ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അതുപോലെ വേറൊരു ടിപ്പാണ്, നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, മഞ്ഞൾ എല്ലാ മുഖത്തിൻ്റെ എല്ലാ സ്ഥലത്തുള്ള പാടുകളും പോകാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. ഈ മഞ്ഞൾ ഈ ഒലിവ് ഓയിലിൽ മിക്സ് ചെയ്ത് തേക്കാം കേട്ടോ. അതും വളരെ നല്ലതാണ്. മഞ്ഞളിൽ ഈ ഒലിവ് ഓയിൽ, ഈ മന്ത്രിച്ച ഒലിവ് ഓയിൽ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ തേക്കാം. അതുകൂടാതെ ഞാൻ പറയുന്നത് വേപ്പില, ആര്യവേപ്പില പറയും. പിന്നെ മറ്റുള്ള നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ആര്യവേപ്പില എന്ന് പറഞ്ഞാൽ അറിയുന്നതല്ലേ. അതിൻ്റെ പിക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ലീഫും മഞ്ഞളും കൂട്ടി കലർത്തി മിക്സ് ചെയ്ത് നല്ല അരച്ചെടുക്കുക. അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ പൊടീൻ്റെ ഒപ്പം ഈ ആര്യവേപ്പില മിക്സ് ജാറിലിട്ട് അടിക്കുക. എന്താണെന്ന് വെച്ചാൽ പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ മുഖത്ത് തേക്കുക. നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. കണ്ടിന്യൂസ്ലി 1 വീക്ക് നിങ്ങൾ യൂസ് ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. അതുപോലെ മഞ്ഞൾ യൂസ് ചെയ്താൽ വെയിൽ കൊള്ളരുത്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുഖത്ത് കരിവാളിപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മഞ്ഞൾ ഇങ്ങനെയുള്ള യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അരിപ്പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ കടലമാവ് ഇട്ടിട്ടോ മുഖം വാഷ് ചെയ്യുക. നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ ചെയ്യുക. എന്തായാലും മുഖത്തുള്ള പാടുകളും മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങളും മാറും. അതുപോലെ ഈ ഒലിവ് ഓയിലിൻ്റെ കാര്യം കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഈ ആര്യവേപ്പിലേൻ്റെത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒലിവ് ഓയിലിൻ്റെത് ചെയ്യുക. ഒലിവ് ഓയിൽ വാങ്ങാൻ പൈസ ഇല്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ആര്യവേപ്പിലേൻ്റെയും കൂടി ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയുള്ളവരും കൂടി ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ മാറ്റം എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക. അല്ലെങ്കിൽ ആരെ യൂസ് ചെയ്തിനെങ്കിൽ അതും അറിയിക്കുക ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.